ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സേമിയയും പാലും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് അടുക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വളരെ നേരത്തെ സേമിയ ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഈ സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു കളർ കുറച്ചൊന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഈ സേമിയ ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. പക്ഷേ എന്തായാലും നമ്മൾ ഈ സേമിയ ഈ ഒരു മിൽക്ക് മെയ്ഡിൽ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ സേമിയ ഇതുപോലെ ഒരു മഫിൻ ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഇത് വെച്ചിട്ട് ഇതുപോലെ ഒരു കപ്പ് ഷേപ്പിൽ വേണം ഇതൊന്ന് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്താലും ഈ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുഡിംഗ് ട്രേയിൽ ഈ ഒരു സേമിയ ഫുള്ളായിട്ട് ഒരു ബേസ് ലെയർ പോലെ അങ്ങനെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമുക്ക് ഈ കുഞ്ഞു ഈ ഒരു പീസാകുമ്പോൾ നമുക്ക് കഴിക്കാനും അല്ലെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ പ്രസൻറ്റ് ചെയ്യാനും കുറച്ച് രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ റോസ്റ്റ് എടുത്ത സേമിയ ഫുള്ളും ഈ ഒരു മഫിൻ ട്രേയിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മിൽക്ക് പുഡിങ് റെഡിയാക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാല് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും ഇതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കസ്റ്റർഡ് നിങ്ങൾക്ക് ഇല്ല എന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് മാത്രം ആഡ് ചെയ്താലും മതി. അപ്പോൾ ഈ 2 മിക്സ് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടിന്നോളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലാണ് നമുക്കൊരു കറക്റ്റ് മധുരം വരുള്ളൂ. പിന്നെ നമുക്കിതുപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇതുപോലെ ഒരു കുറുകിയ പരുവ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സേമിയ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഈ മിൽക്ക് പുഡിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ഇതിന് വേണ്ടി ഇടാം. നട്ട്സ് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ആൽമണ്ട്സ് ഇട്ടാലും അല്ലെങ്കിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ സേമിയ കപ്പിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം. അതല്ല പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചാലും മതി. അപ്പോൾ എന്തായാലും ഞാനിത് സെറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പതുക്കെ ഈ ഒരു കപ്പ് ഓരോന്നായിട്ട് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അടിയിൽ ആ ഒരു സേമിയൻ്റെ ക്രഞ്ചി ലെയറും നടുവിൽ ആ ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്